നാലാം ലോക സിദ്ധാന്തത്തിന്റെ പേരിൽ CPM നടപടിയെടുത്തിട്ടും ജീവിതാവസാനം വരെ പാർട്ടിക്കൊപ്പം നിന്ന സഖാവാണ് ഡോക്ടർ MP പരമേശ്വരൻ എന്ന MV ഗോവിന്ദൻ. ഇന്ന് പലർക്കും ഇല്ലാത്തൊരു ഗുണമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. കണ്ണൂരിൽ ഡോക്ടർ MP പരമേശ്വരൻ അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പല കാര്യങ്ങളിലും വിമർശനാത്മകമായ സമീപനം നിരന്തരം സ്വീകരിച്ചിരുന്ന ശാസ്ത്രകാരനാണ് ഡോക്ടർ MP പരമേശ്വരൻ എന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ നാലാം ലോക സിദ്ധാന്തം പാർട്ടിക്ക് സ്വീകാര്യമായിരുന്നില്ല. അതേ തുടർന്ന് നടപടിയെടുത്തു. നടപടിക്ക് വിധേയമായപ്പോഴും പാർട്ടി വിരുദ്ധ സമീപനം ഡോക്ടർ MP പരമേശ്വരൻ സ്വീകരിച്ചിട്ടില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ഇത് ഇന്ന് പലർക്കും ഇല്ലാത്ത സവിശേഷതയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇപ്പോൾ MP പരമേശ്വരനെ പറ്റി വേറെ പറഞ്ഞിട്ട് കാര്യമില്ല. അദ്ദേഹം ചെയ്തത് തന്നെയാണ്. അദ്ദേഹത്തെ CPIM എന്ന പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. അയാൾ പുറത്താക്കിയല്ല ചെയ്തത്, അയാൾ സസ്പെൻഷൻ നടത്തി. പിന്നീട് അദ്ദേഹം പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കിയില്ല. എന്നിട്ട് അദ്ദേഹം CPMന്റെ സഹയാത്രികനായി തുടർന്നു. അതാണ് അതിൻ്റെ അടിസ്ഥാനം. അവസാന നിമിഷം വരെ, ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെ, അവസാന ശ്വാസം വരെ അദ്ദേഹം CPIMന്റെ ഭാഗമായിട്ട് നിൽക്കുക ചെയ്തത്. ഞാൻ പാർട്ടി മെമ്പർഷിപ്പിലേക്കൊന്നും ഇല്ലെങ്കിലും ഞാൻ പാർട്ടിയാണെന്ന് പറയുക ചെയ്തത്. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരായി ചിലർ CPMൽ വിഭാഗീയ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ MD വാസുദേവൻ നായരെ സമീപിച്ചു. നോട്ടീസ് തയ്യാറാക്കി അതിൽ ഒപ്പിടാൻ പോയി. MD അത് വായിച്ച് ഒപ്പിടാൻ തയ്യാറായില്ല. CPMനെതിരായ ഒരു കാര്യം അവതരിപ്പിക്കാനാണ് ഒപ്പ് ശേഖരിച്ചവർ ശ്രമിച്ചത്. MD അന്ന് പറഞ്ഞത് CPM ഇല്ലാത്ത കേരളത്തെക്കുറിച്ച് ആലോചിക്കാൻ കഴിയില്ല എന്നായിരുന്നുവെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. MD വാസുദേവൻ നായർ കമ്മ്യൂണിസ്റ്റ് ഒന്നും ആയിരുന്നില്ലല്ലോ. ആയിരുന്നോ? ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് ആയിരുന്നില്ല അദ്ദേഹം. ഇവിടെ വിവാദപരമായിട്ടുള്ള വിഭാഗീയ പ്രശ്നങ്ങൾ രൂപപ്പെട്ടു വന്ന സന്ദർഭത്തിൽ കുറേ ബുദ്ധിജീവികൾ, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ വിഭാഗം, MDയെ സംബന്ധിച്ചിടത്തോളം പലരും ധരിക്കുന്നത് അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനായിരിക്കും എന്ന ധാരണയോടുകൂടി ഒരു നോട്ടീസ് തയ്യാറാക്കി അതിൽ ഒപ്പിടാൻ വേണ്ടിയിട്ട് പോയി. MDയുടെ അടുത്ത് പോയപ്പോൾ MD അത് വായിച്ചു. MD പ്രത്യേക ഒരു രീതിയാണല്ലോ. MD അത് വായിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇതിൽ ഒപ്പിടില്ല. എന്നിട്ട് MD പറഞ്ഞൊരു കാര്യം, MD പറഞ്ഞത് വളരെ ലളിതമാണ് കാര്യം. MD അത്രയല്ലേ പറയുള്ളൂ. MD പറഞ്ഞത്, CPIM ഇല്ലാത്ത കേരളത്തെ പറ്റി എനിക്ക് ആലോചിക്കാനാവുന്നതല്ല. വിമർശനം ഉണ്ടാകും, വിമർശിക്കാം, പക്ഷേ ഇല്ലാതാക്കാൻ പറ്റില്ല. ഇതാണ് MD. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കണ്ണൂരിൽ സംഘടിപ്പിച്ച ഡോക്ടർ MP പരമേശ്വരൻ അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MV ഗോവിന്ദൻ. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് ജയശ്രീ അധ്യക്ഷത വഹിച്ചു. KT രാധാകൃഷ്ണൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം K പ്രദീപ്, DCC ജനറൽ സെക്രട്ടറി സുരേഷ് ബാബു എളിയാവൂർ, മുൻ MLA ജെയിംസ് മാത്യു തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.